ഹലോ ഫ്രണ്ട്സ്, ഇത് പുതിയൊരു വീഡിയോ ആണ്. ഒരു വ്ളോഗ് വീഡിയോ ആണ്. അത്യാവശ്യം കുറച്ച് ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ വീഡിയോ വെച്ചാൽ ഗുരുവായൂർ ഏകാദശി ആയതുകൊണ്ട് ഞാൻ തലേന്ന് ഓഫീസിൽ നിന്ന് പറഞ്ഞിനി ലീവ് എടുക്കുമെന്ന്. അപ്പോൾ ആ ദിവസം ലീവ് എടുത്തതിന് ശേഷം ഞാനും അമ്മയും കൂടി നമ്മുടെ തളിപ്പറമ്പിലെ തൃച്ചംബരം ശ്രീകൃഷ്ണ അമ്പലത്തിൽ പോയി. സത്യം പറഞ്ഞാൽ അമ്പലത്തിൽ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അമ്പലത്തിലെ തിരക്ക് പോരാത്തതിന് ഒരു കല്യാണത്തിൻ്റെ ആൾക്കാരും കൂടി ഉണ്ടായിരുന്നു. ഏതോ ഒരു കല്യാണമാണെന്ന് അറിയില്ല. അപ്പോൾ അത്യാവശ്യം ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അമ്മ ഭക്ഷണം കഴിക്കാൻ നിന്നിട്ടില്ല, അന്നദാനത്തിൻ്റെ ഇതിന് നിന്നില്ല. അമ്മ തിരിച്ച് വീട്ടിലേക്ക് പോയി. അതിനുശേഷം ഞാൻ അമ്പലത്തിൽ കുറച്ച് സമയം ചിലവഴിച്ചു. പിന്നെ അമ്പലത്തിലെ ഭക്ഷണം കഴിച്ച പാട് കുറച്ച് കഴിഞ്ഞ പാട് തളിപ്പറമ്പിൽ നിന്ന് നേരെ കണ്ണൂരിലേക്ക് വിട്ടു. അപ്പോൾ അറക്കൽ മ്യൂസിയത്തിൽ പോകാനാണ് പ്ലാൻ ഇട്ടത്. അപ്പോൾ ആ പ്ലാന് പ്രകാരം കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡിൽ എത്തുന്നതിന് മുന്നേ ഒരു ബസ് സ്റ്റോപ്പ് അവിടെ എത്തുന്നതിന് മുന്നിൽ സ്റ്റോപ്പിൽ ഇറങ്ങി. അതിനുശേഷം സിറ്റി സെൻറ്ററിന് അവിടെ നിന്ന് അറക്കൽ മ്യൂസിയത്തിലേക്ക് പോകുന്ന ഒരു ബസ്സുണ്ട്. കണ്ണൂർ സിറ്റി തയ്യിൽ ഭാഗത്തേക്ക് പോകുന്ന ബസ്സിലാണ് കയറേണ്ടത്. അപ്പോൾ ആ ബസ്സിൽ കയറി സ്റ്റോപ്പിലെത്തിയതിന് ശേഷം അറക്കൽ മ്യൂസിയത്തിൻ്റെ എൻട്രി നോക്കുമ്പോൾ ക്ലോസ് ചെയ്തിട്ടാണ് ഉണ്ടായത്. വിചാരിച്ചു അതിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളും ആൾക്കാർ ഒരു ഭക്ഷണം കഴിക്കാൻ പോയതായിരിക്കുമെന്ന് തോന്നി. അപ്പോൾ കുറച്ച് സമയം അവിടെ പുറത്ത് വെയിറ്റ് ചെയ്തു. അപ്പോൾ അധിക സമയമായിട്ട് വരാതെ കാണാത്തതുകൊണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ ഒരു പെട്രോൾ പമ്പുണ്ട്. അപ്പോൾ പെട്രോൾ പമ്പിൽ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു വെച്ചാൽ തിങ്കളാഴ്ച അവർ തുറക്കലില്ല, ഹോളിഡേ ആണ് എന്നാണ് പറഞ്ഞത്. ബാക്കി എല്ലാ ദിവസവും നോർമൽ പോലെ ഉണ്ടാവും, തിങ്കളാഴ്ച മാത്രം അവർക്ക് ഹോളിഡേ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും പണി പറ്റിയെന്ന് പറയാം. ശേഷം തിരിച്ച് അവിടെ നിന്ന് കുറച്ച് നടന്നു. അപ്പോൾ ഒരു ഓട്ടോ വരുന്നുണ്ടായിരുന്നു. ഓട്ടോയിൽ കയറി ജില്ലാ ആസ്പത്രീൻ്റെ അവിടെ ഇറക്കാൻ പറഞ്ഞത്. അപ്പോൾ കറക്റ്റ് പ്ലേസിൽ തന്നെ കറക്റ്റ് സ്ഥലത്ത് തന്നെ അവർ ഡ്രോപ്പ് ചെയ്തു. അതിനുശേഷം നേരെ കണ്ണൂർ കോട്ടയിലേക്ക് വെച്ച് നടന്നു. കുറച്ച് നടന്ന് എത്തുമ്പോഴത്തേക്ക് തന്നെ കുറച്ച് ടൈം, ഏകദേശം 2:45 3 മണി അടുപ്പിച്ചാവാനായിരുന്നു. അപ്പോൾ അവിടെ എത്തി. 25 രൂപയാണ് എൻട്രി ഫീസ് കണ്ണൂർ കോട്ടേൻ്റെ, സെൻറ്റ് ആഞ്ചലോ കോട്ട എന്ന് പറയുന്ന കണ്ണൂർ കോട്ടേൻ്റെ. അപ്പോൾ അവിടെ കുറേ സമയം ടൈം സ്പെൻഡ് ചെയ്തു. 25 രൂപയ്ക്ക് അത്യാവശ്യം എല്ലാം കാണാൻ തന്നെയുണ്ട്. കണ്ണൂർ കോട്ട വലിയ ഏക്കർ സ്ഥലങ്ങൾ പടർന്ന് പന്തലിച്ച് കിടക്കുന്നതല്ലേ. അപ്പോൾ അത്യാവശ്യം കുറേ കാണാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം എല്ലാ ഭാഗത്തുള്ള വീഡിയോ കവർ ചെയ്തിരുന്നു കണ്ണൂർ കോട്ടേൻ്റെ. അതെല്ലാ സൈഡിലുമുള്ള എല്ലാ സൈഡുകളിലും, അത് ടോപ്പ് ബോട്ടം താഴെ ഭാഗങ്ങൾ ഒക്കെ. അപ്പം നിലവിൽ കണ്ണൂർ കോട്ട ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അവരാണ് സംരക്ഷിച്ചു പോകുന്നത്. അപ്പോൾ കണ്ണൂർ കോട്ട ഉൾപ്പെടുന്ന സ്ഥലം തന്നെ കണ്ണൂർ കൻ്റോൺമെൻറ്റ് ഏരിയയിലാണ് ഈ കണ്ണൂർ കോട്ട സ്ഥിതി ചെയ്യുന്നത്. കറക്റ്റ് അവരെ ഭാഗത്താണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ചരിത്രം പറയാൻ ഞാൻ ആളല്ല, കാരണം അത്യാവശ്യം എല്ലാവർക്കും കണ്ണൂർ കോട്ടേൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ അറിയുന്നവരായിരിക്കും എങ്ങനെയായാലും. എന്നാൽ ജസ്റ്റ് ഒരു ഇത് പറയുക വെച്ചാൽ ഇതിൻ്റെ ശരിക്കുള്ള പണി തുടങ്ങിയത് 1505 ഒക്ടോബർ 24 പിന്നെ അതിൻ്റെ പണി ഏകദേശം
സ്റ്റാർട്ട് ചെയ്ത് എന്നാണ് കാണുന്നത്. ഗൂഗിൾ പ്രകാരമുള്ള റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ അങ്ങനെയാണ് കാണുന്നത്. അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നോക്കിയപ്പോൾ കാണുന്നത് ഇതിൻ്റെ കണ്ണൂർ കോട്ടയുടെ വർക്ക് തുടങ്ങിയത് 1505 ഒക്ടോബർ 24 തുടങ്ങിയത് എന്നാണ് കാണുന്നത്. പിന്നെ വേറൊരു ഡേറ്റും കൂടി കാണുന്നുണ്ട്. അത് ഇപ്പോൾ കൺഫ്യൂഷൻ, എനിക്കെന്തോ അത് നോക്കുമ്പോൾ കൺഫ്യൂഷൻ പോലെ തോന്നി. അതുകൊണ്ട് ഞാനത് ഇവിടെ പറയുന്നില്ല. കണ്ണൂർ കോട്ടയിൽ നമ്മളിപ്പോൾ പോയാൽ എന്താ പറയുക, പഴയ വിദേശ ശക്തികളിലെല്ലാം ശരിക്കും അവർ എന്താണ് ഉദ്ദേശിച്ചത്, ആ കണ്ണൂർ കോട്ടേനെ കൊണ്ട് എന്താണ് അവർ ഉദ്ദേശിച്ചത്, ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടും. പീരങ്കികളുണ്ട്, റിക്രിയേഷൻ സെൻറ്റർ, പഴയ ലൈറ്റുകൾ, പിന്നെ ഒരു ശിലാഫലകം പോലെയുണ്ട്. അപ്പോൾ അവിടുത്തെ ഡച്ച് ഓഫീസർമാരുടെയും അവരുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഒക്കെ പേരുകൾ കൊത്തിവെച്ചിട്ടുള്ള ഒരു ശിലാഫലകം. അത് ടോപ്പ് ഭാഗത്ത് കുറച്ച് നടക്കുമ്പോഴാണ് നമുക്കത് കാണാൻ പറ്റുന്നത്. അത് അവർ ലിപിയൻസാണ് എഴുതിയത്, ഡച്ച് ലിപിയിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കുറച്ച് ടോപ്പിൽ പോയാൽ നമുക്ക് കടലിൻ്റെ വ്യൂ എല്ലാം നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നു. കുറേ സമയം ഞാൻ പോകുന്ന സമയത്ത് ഇവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അത് വേറെ നാട്ടിൽ നിന്ന് വന്ന ആൾക്കാരുണ്ടായിരുന്നു, ടൂറിസ്റ്റുകളുണ്ടായിരുന്നു, ഫാമിലീസ് ഉണ്ടായിരുന്നു, കുട്ടികളും ഉണ്ടായിരുന്നു, പിന്നെ യുവാക്കളുണ്ടായിരുന്നു, സ്റ്റുഡൻസ്, അങ്ങനെ എല്ലാ തരങ്ങളിലെ ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു. വൈകുന്നേര സമയമായതുകൊണ്ടും പിന്നെ ചില ഓഫീസുകൾക്ക് ലീവായതുകൊണ്ടും അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ വേറൊരു ടോപ്പിൽ നമുക്ക് കുറച്ച് ദൂരം ടോപ്പിൽ കയറി നടന്ന് പിന്നെ ഒരു സൈഡ് നമുക്ക് ഈ മത്സ്യബന്ധന മേഖലയിൽ ഉൾപ്പെട്ട ബോട്ടുകളും കാര്യങ്ങളൊക്കെ ഒരു സൈഡ് ഇങ്ങനെ പാർക്ക് ചെയ്ത് വെച്ചിട്ട്, അതായത് റെഡിയാക്കി വെച്ചിട്ടെല്ലാം കാണാൻ പറ്റും. പിന്നെ മറ്റൊരു ആംഗിളിൽ നോക്കുമ്പോൾ ഒരു പ്രതിമ കാണാൻ പറ്റുന്നുണ്ട്. അത് ദൂരത്തു നിന്നൊരു കാണാൻ കഴിയുന്നത് പഴശ്ശിരാജേൻ്റെ പ്രതിമയാണോ എന്നറിയില്ല, ഒരു പ്രതിമ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ സ്റ്റാർട്ടിങ് എൻട്രിയിൽ കയറുമ്പോൾ നമുക്ക് കുറേ അതിൻ്റെ കണ്ണൂർ കോട്ടേൻ്റെ എല്ലാം ഡീറ്റെയിൽസ് അടക്കമുള്ളൊരു ഫലകങ്ങളുണ്ട്. അത് എന്തെല്ലാമാണ് കണ്ണൂർ കോട്ടയിൽ സ്ഥിതി ചെയ്യുന്നത്, എന്തെല്ലാം ബിൽഡിങ്സും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്, അതിൻ്റെ പ്ലാനും എസ്റ്റിമേഷൻ, അതിൻ്റെ എല്ലാം കണക്കുകളെല്ലാം കാണാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ കണ്ണൂർ കോട്ട കാണാനുണ്ട് എന്ന് ആണ് പറയുന്നത്. പിന്നെ അതിന് ശേഷം ഒരു 4-5 മണിയാകുമ്പോഴത്തേക്ക് തന്നെ ഞാൻ തിരിച്ച് വരാൻ ഒരുങ്ങിയിരുന്നു. അവിടുന്ന് ഞാൻ കണ്ണൂർ കോട്ട മുതൽ പുതിയ ബസ് സ്റ്റാൻഡ് വരെ നടക്കുകയാണ് ചെയ്തത്. പിന്നെ പോകുന്ന വഴിക്ക് കണ്ണൂർ കോക്ടെയിലിൻ്റെ ഔട്ട്ലെറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരു കോക്ടെയിലും കൂടി കുടിച്ചിട്ട് ആണ് തിരിച്ച് ഞാൻ ധർമ്മശാല എൻ്റെ വീട്ടിലേക്ക് പോയത്.